എക്സ്പീരിയൻസ് മൊത്തത്തിൽ കളറാണ് പടം. എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന മൂവിയാണ്. അല്ല വീട്ടിൽ ഫോണിലൊന്നും കണ്ടാൽ നമുക്ക് അത്ര ഓളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഡയറക്ഷൻ ആയിരുന്നാലും സ്റ്റോറി ആയിരുന്നാലും ക്യാമിയോ ആയിരുന്നാലും ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയിരുന്നാലും ഗംഭീര പ്രകടനമാണ്. എല്ലാവരും പോയി കാണാം. എന്തോ കേട്ടില്ല. 100% എന്റർടൈൻമെന്റ്. ഒരു ഇഞ്ച് ടൈം പോലും ബോറടിപ്പിക്കുന്നില്ല. കിടിലം പടം. ധൈര്യമായിട്ട് കയറാവുന്നതാണ്. ഞാനേ 65 വയസ്സായാളാ. പക്ഷെ ഈ സിനിമ കണ്ടപ്പോഴേ ചെറുപ്പക്കാരനെ പോലെ. കാരണം എല്ലാം സ്റ്റാർട്ടിംഗ് കൊണ്ട് അവസാനം വരെ കുട്ടികളുടെ ഓടി കാണുമ്പോ നമ്മൾ അത് മാത്രമല്ല, അവസാനം മമ്മൂക്കൊന്നുമില്ല. മമ്മൂക്ക സിനിമ ഒന്നും കൂടി നന്നായി. എല്ലാം കൊണ്ടും നല്ല സിനിമ. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ. ഇതിൽ കഥയില്ലെന്നല്ല, കാണുമ്പോ കണ്ടിരിക്കാൻ നേരം പോകും. ഈ സിനിമ എല്ലാം കൊണ്ടും വിജയിക്കും. ചത്തപ്പച്ച എക്സ്പീരിയൻസ് വെച്ചാല് കോമഡി വേണോ ആക്ഷൻ വേണോ വന്നോളൂ കണ്ടോളൂ. സൂപ്പർ. അതിൽ ലാസ്റ്റ് മമ്മൂട്ടിന്റെ ഒരു എൻട്രിന് 15 മിനിറ്റ് അടിപൊളിയാ മക്കളെ. പിന്നെ റോഷനും അർജു അശോകനും പിന്നെ അതിൽ വേറെ 2-3 ആൾക്കാരുണ്ട്. പിന്നെ അതിൽ ചെറിയൊരു കുട്ടി കാസ്റ്റായിട്ട് കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. എന്താ അഭിനയം, ഒന്ന് കാണേണ്ട അടിപൊളി അഭിനയം, സൂപ്പർ അഭിനയം. എനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കോമഡി ചിരിക്കാനും ഉണ്ട്, അടിയും ഉണ്ട്, ഇതുണ്ട്. അല്ല ക്ലൈമാക്സ് അടിപൊളി, ഒന്നും പറയാല്ല. സൂപ്പർ പടം. വാൾട്ടർ അല്ല, എല്ലാവരും നോക്കി. വാൾട്ടർ കൊടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കണ്ടേ. ക്ലൈമാക്സില് വന്ന ആളെന്ന് പറഞ്ഞ വാൾട്ടർ എന്ന് പറഞ്ഞ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളാണ് വന്നത്. അത് പടം കണ്ടോ? പടം കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ആരാണ് വാൾട്ടർ എന്നും എന്താണ് വാൾട്ടർ എന്നും അറിയാൻ പറ്റും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ കോസ്റ്റ്യൂം റെസ്ലിംഗ് നമ്മുടെ കേരളത്തിലേക്ക് വന്നേക്കണത്. അതും കൊച്ചിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ലോകോത്തര റെസ്ലിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ, അത് ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാട്ടാ കുസ്തി കോസ്റ്റ്യൂം റെസ്ലിംഗ് സിമ്പിളായിട്ട് തുടങ്ങണ്, എന്നിട്ട് ലാസ്റ്റ് കാട്ടാ കുസ്തിയിലേക്ക് വന്നു. അടിപൊളിയാണ്. It was great. എല്ലാരും പൊളിച്ചു, എല്ലാരും നല്ലോണം ചെയ്തു. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. എല്ലാരും നല്ലതല്ലായിരുന്നോ? കണ്ടില്ലേ, പടം കണ്ടില്ലേ? പിന്നെ എക്സ്പീരിയൻസ് അതാണ്, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. അതാണ്. താങ്ക് യു. നല്ലതായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഭയങ്കര ലൈക്ക് സെലിബ്രേഷൻ ആണ് അകത്ത്. തിയേറ്ററിന്റെ ഒരു സെലിബ്രേഷൻ ആണ്. എല്ലാവരും ബഹളവും ഒച്ചപ്പാടും. ലൈക്ക് ഇറ്റ്സ് എ വൈബ് ഇൻസൈഡ്. ജസ്റ്റ് ഒരു മൂവി കാണുന്ന പോലെ ഭയങ്കര സെലിബ്രേഷൻ. ലിറ്ററലി അകത്തൊരു ഫെസ്റ്റിവൽ നടക്കുന്നു. നോ കമന്റ്സ്. എക്സാക്ട്ലി. ഒരു പവർ പാക്ക് മൂവിയാണ്. പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. റിയലി എൻജോയ് a lot.